ഇന്നും അടൂർജി ചോദിക്കാറുണ്ട് എത്ര വോട്ട്, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എത്ര വോട്ടാണ് കിട്ടിയത്. പിന്നെ എങ്ങനെ നിങ്ങൾ ഇവിടെ പഠിക്കും? അപ്പം ഞാൻ പറഞ്ഞു, അന്ന് 75 രൂപയാണ് മന്ത്ലി സ്കോളർഷിപ്പ്. ശ്രീകുമാരൻ നമ്പി അന്ന് ഹരിപ്പാട് ശ്രീകുമാരൻ നമ്പി എന്ന് അറിയപ്പെടുക. പുന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന് മുമ്പും ഇപ്പോൾ 61 വർഷം കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. എനിക്ക് ശേഷം ആർക്കും ഡിസ്റ്റിങ്ഷൻ കിട്ടി. എനിക്ക് ആ സ്ക്രിപ്റ്റ് ഒന്നും വായിക്കാൻ കഴിയും. ആദ്യ സിനിമ പനോരമയുടെ സെലക്ഷൻ കിട്ടണം. ആരുടെ കൂടെ? എനിക്ക് കോൺവെക്കേഷൻ തന്നെ സത്യജിത്ര ഉണ്ടായിൽ. ആദ്യത്തെ സിനിമ തിയേറ്ററിൽ വന്നില്ല. പുനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എത്തപ്പെടുന്നത്, ഞാൻ MA ഫസ്റ്റ് ഇയർ വെക്കേഷൻ ടൈമിൽ, ആ കാലത്ത് ഞാൻ പ്രസിഡൻ്റായിരുന്ന, അല്ലെങ്കിൽ ഞാൻ തുടങ്ങി വെച്ച സ്ഥാപക പ്രസിഡൻ്റായിരുന്ന സ്റ്റുഡൻസ് ലിറ്റററി ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ എന്ന സർവകലാശാല വിദ്യാർത്ഥികൾക്ക് വേണ്ടി രാഷ്ട്രീയത്തിൻ്റെ സ്പർശമില്ലാതെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒന്നിനോടും ചായവില്ലാത്തൊരു സ്വതന്ത്രമായൊരു സാംസ്കാരിക സംഘടന വിക്ടോറിയ കോളേജിൽ ഞാൻ 70 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. MT എൻ്റെ സീനിയറായിട്ട് 18 വർഷം അവിടെ പഠിച്ച, 18 വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ച വിക്ടോറിയ കോളേജിൽ. അപ്പോൾ MT കണ്ട്, MT ആയിരുന്നു അതിൻ്റെ രക്ഷാധികാരി. പിന്നീട് അത് പല കോളേജുകളിലും സ്പ്രെഡ് ചെയ്തു. ഞങ്ങളുടെ ആക്ടിവിറ്റീസിന് നല്ല പത്രങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങൾ നല്ലൊരു പബ്ലിസിറ്റി തന്നു. അതിൻ്റെ ഫലമായിട്ട് പല കോളേജുകളും, പാലക്കാട് തന്നെ 5, മൊത്തം 23 കോളേജിൽ 3-ാം വർഷമാകുമ്പോഴേക്കും ഇതിൻ്റെ യൂണിറ്റുകൾ സ്പ്രെഡ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ ഒരു വാർഷിക ഇതിൽ ഈ സ്വയംവരം വരുന്നു. സ്വയംവരം കാണാൻ പോയപ്പോൾ, അപ്പോൾ എനിക്ക് സിനിമയിൽ തൽപരനായിരുന്നു ഞാൻ. പക്ഷെ സിനിമ എൻ്റെ ഒരു കരിയറായിട്ട് എടുക്കണമെന്ന് ഞാനൊന്നും ആലോചിച്ചിട്ടില്ല. സ്വയംവരം, അതിനുമുമ്പ് ഓളവന്തീരവും, ഇരുട്ടിൻ്റെ ആത്മാവ്, ചെമ്മീൻ, ഭാർഗവി നിലയം, അനുഭവങ്ങൾ, ഇങ്ങനെ ഒരുപാട് മലയാളത്തിൽ അന്ന് വന്ന നല്ല സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ശശികുമാർ, AB രാജു അന്ന് മെയിൻ സ്ട്രീം ഫിലിം മേക്കേഴ്സ്, അവരുടെ സിനിമകളും പോയി കാണാറുണ്ട്. പിന്നെ MGR ശിവാജി ഗണേശൻ്റെ സിനിമയൊക്കെ അന്ന് തമിഴ്നാടിനോടൊപ്പം റിലീസ് ചെയ്യുന്ന 3 സ്ഥലങ്ങൾ, തിരുവനന്തപുരം, കോഴിക്കോടും, പാലക്കാട്. ഇപ്പോൾ എല്ലാ തമിഴ് പടങ്ങളും എല്ലാവിടെയും വരുന്നുണ്ട്. അപ്പോൾ എല്ലാ സിനിമകളും ഞാൻ, കമേഴ്ഷ്യൽ ഫിലിംസ് എല്ലാം കാണുന്നുണ്ട്, മെയിൻ സ്ട്രീം സിനിമയെല്ലാം കാണുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ മാറി നിന്ന് കുറച്ച് സിനിമകളൊക്കെ കണ്ടിരിക്കുന്ന സമയത്താണ് ഈ സ്വയംവരം വരുന്നത്. സ്വയംവരം ഞാൻ കാണാൻ പോയപ്പോൾ തിയേറ്ററിൽ 3-ാം ദിവസം, ഞായറാഴ്ച, വെള്ളിയാഴ്ച റിലീസ് ചെയ്തത്. അപ്പോൾ പാലക്കാട് അന്നത്തെ ന്യൂ തിയേറ്റർ, ഞാനടക്കം മാറ്റിനിക്ക് 15 പേരുണ്ട്. പക്ഷേ ആ പടം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് ചില മെയിൻ സ്ട്രീം മീഡിയ, പ്രിൻ്റ് മീഡിയ തരക്കേടില്ലാത്ത പബ്ലിസിറ്റി കൊടുത്തിരുന്നു. ആ സിനിമയെക്കുറിച്ച് ചില ഇതൊക്കെ വന്നിരുന്നു, റൈറ്റപ്സ് ഒക്കെ. അത് തന്നെ കൊണ്ട് തന്നെ ആ സിനിമ കാണണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ കാണാൻ പോയപ്പോൾ 15 പേരേ ഉള്ളൂ തിയേറ്ററിൽ. പക്ഷേ എനിക്ക് സിനിമയുടെ ക്രാഫ്റ്റൊന്നും അറിയില്ല. നമ്മുടെ ഒരു എസ്തെറ്റിക്സ് വെച്ചിട്ട് ഇതൊരു വളരെ ഡിഫറെൻറ്റ് ഫിലിമാണല്ലോ, പക്ഷെ എന്തിങ്ങനെ ആൾക്കാർ കയറാത്ത. അപ്പോൾ ആ വർഷത്തെ വാർഷിക, ഞങ്ങൾ മാർച്ച് മാസം എല്ലാ ഈ ഓർഗനൈസേഷൻ്റെ വാർഷിക യോഗമുണ്ട്. അതിൽ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ശ്രീകുമാരൻ നമ്പി സാറിൻ്റെ ഒരു ഈവനിങ്, അന്നത്തെ ഇത് അദ്ദേഹം ചിത്രമേള വന്ന സമയത്ത്. ഇത് 3rd ഇയറാണ്. എൻ്റെ 3rd ആനുവൽ ഡേ സെലിബ്രേഷനോടൊപ്പം തന്നെ ഞങ്ങൾ ഈ സിനിമയൊന്ന് പ്രൊമോട്ട് ചെയ്യണം. ഞങ്ങളുടെ സ്ലോഗൻ എന്ന് പറഞ്ഞാൽ പുതിയ ശബ്ദം, പുതിയ മുഖങ്ങൾ, അവർക്ക് പിന്നിൽ ഞങ്ങളുണ്ടാകുന്ന. അപ്പോൾ മനസ്സിലാക്കണം, എൻ്റെ ഉദ്ഘാടനത്തിന് വരുമ്പോൾ MTക്ക് അന്ന് 35 വയസ്സാണ്. പത്മഭൂഷണം, പത്മശ്രീ ഒന്നുമില്ല. യേശുദാസിന് 32 വയസ്സാണ്. പത്മശ്രീയോ പത്മഭൂഷണോ ഒന്നുമില്ല. യേശുദാസൊക്കെ പിന്നീട് ഞങ്ങളുടെ ആ സംഘടന പാറ്റേണായി. അടൂർ ഗോപാലകൃഷ്ണൻ ആർക്കും അറിയില്ല, ന്യൂ ഫേസാണ്. ശ്രീകുമാരൻ നമ്പി അന്ന് ഹരിപ്പാട് ശ്രീകുമാരൻ നമ്പി എന്ന് അറിയപ്പെടുക ഈ ആദ്യകാലത്തൊക്കെ. ആ പേര് അതാണ് ടൈറ്റിൽ കാർഡിൽ വരിക. അപ്പോൾ ഇത് ആർക്കും അറിയില്ല. അപ്പോൾ എന്നോട് ചിലർ ചോദിച്ചു, ഇതാരും കാണാതെ പോയൊരു സിനിമ. അപ്പോൾ ഞാനിങ്ങനൊരു ഞങ്ങളുടെ സംഘടനയുടെ പേരിലൊരു ഇത് നടത്തി, ഗാലപ്പോൾ. ഒരു പോസ്റ്റ് കാർഡിൽ അന്ന് 6 പൈസ ഒരെണ്ണയാണ് ഒരു പോസ്റ്റ് കാർഡിൻ്റെ വില. നിങ്ങൾ അപ്ലിക്കേഷൻ ഫോമൊന്നുമില്ല. അതിൽ 72-ലാണ് റിലീസ് ചെയ്യുന്നത്. നവംബർ 24-നാണ് സ്വയംവരം റിലീസ് ചെയ്യുന്നത്. അപ്പോൾ ജനുവരി മാസത്തിൽ പത്രങ്ങളിലൊരു വാർത്ത കൊടുത്തു, കഴിഞ്ഞ വർഷം റിലീസായ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ, നടി, സംവിധായകൻ ഒന്നുമില്ല, സിനിമയുടെ മാത്രം പേരെഴുതി അയക്കാം.
അപ്പോൾ ഈ കോളേജിൻ്റെ അഡ്രസ്സിൽ വന്ന ഈ സംഘടനയുടെ ഈ കാർഡുകൾ വന്നു കഴിഞ്ഞാൽ പിള്ളേരൊക്കെ എടുത്തിട്ട് നോട്ടീസ് ബോർഡിൽ ഇട്ടു. അപ്പോൾ എൻ്റെ വീട്ടഡ്രസ്സാണ് രജിസ്റ്റേർഡ് ഓഫീസായിട്ട് കൊടുക്കുന്നത്. ഇന്ന് അതിൻ്റെ മുന്നിലാണ് പിന്നെ ഞാൻ അപ്പോഴാണ് ഈ പ്രിയദർശിനി തിയേറ്റർ ആ കോംപ്ലക്സിൻ്റെ മുന്നിലാണ് ഞാൻ താമസിക്കുന്നത്. ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ തിയേറ്റർ അവിടെ അവിടെ പാടായിരുന്നു. ഇപ്പോൾ അവിടെ 4 തിയേറ്ററുണ്ട്. അപ്പോൾ രാത്രി ഇങ്ങനെ അവിടുന്ന് സെക്കൻഡ് ഷോയിൽ ഇങ്ങനെ കേൾക്കാൻ എനിക്ക് ഈ അവിടുന്ന് അന്ന് AC ആയിരുന്നില്ല അത്. അപ്പോൾ നമുക്ക് അവർ ഡോറൊക്കെ തുറന്നു വെക്കും. അപ്പോൾ നമുക്ക് അവിടുന്ന് ഡയലോഗൊക്കെ കേൾക്കാം. ഞാനാണ് വീടിൻ്റെ ഫ്രണ്ട്, ഒരു കൊച്ചു വാടക, ഒരു ലൈൻ വീടാണ്, 7 വീടുകൾ, ഒരു പുലവം മനസ്സുമുണ്ട്. അപ്പോൾ ആ മേൽവിലാസിൽ ഇങ്ങനെ ഒരു 10,000-4000 കാർഡുകൾ വന്നു. കാരണം ഇത് വേറെ കോംപ്ലിക്കേഷൻ. പക്ഷേ നമ്മൾ നേരത്തെ പല അവാർഡുകളും ചെയ്യുന്നവരെ ഞങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നു. വെറുതെ ഈ ഒരു സിനിമയ്ക്ക് ഞങ്ങൾ അന്ന് സ്പോൺസറൊന്നുമില്ല, ഞങ്ങൾ വിളിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ പോലും അതിനൊരു പബ്ലിസിറ്റി കിട്ടില്ല. കോളേജ് സ്റ്റുഡൻസ് ഒരു ഗാലപ്പോളിലൂടെ തിരഞ്ഞെടുത്ത മികച്ച ചിത്രം എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കിട്ടും. അതിനു വേണ്ടി നടത്തിയ ഒരു പ്രഹസനമാണ്. ഇന്നും അടൂർജി ചോദിക്കാറുണ്ട് എത്ര വോട്ട്, ഇതുവരെ ഞാൻ പറഞ്ഞിട്ടില്ല എത്ര വോട്ടാണ് കിട്ടിയെന്ന്. വളരെ ചുരുക്കം. പക്ഷെ നമ്മൾ പരസ്യപ്പെടുത്തി 4000 പേര് ഗാലപ്പോളിൽ പങ്കെടുത്തു. 3339 പേര് സ്വയംവര മികച്ച ചിത്രമായി തരുന്നുണ്ട്. എന്നിട്ട് ആ വർഷം മാർച്ച് മാസം 25-ാം തീയതി എനിക്ക് പരിചയമൊന്നുമില്ല, ഞാൻ MT അറിയിച്ചു. ഞാൻ പ്രധാന കാര്യങ്ങളൊക്കെ MT അറിയിക്കും. അപ്പോൾ MT പറഞ്ഞു നല്ല കാര്യമാണ്, അത് അങ്ങനെയുള്ളത് നമ്മൾ ചെയ്യണം, പ്രൊമോട്ട് ചെയ്യണം, ആ സിനിമയൊക്കെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണെന്ന് പറഞ്ഞു. MT ആണ് വന്ന ആക്ച്വലി അത് അവാർഡ്. MTക്ക് അന്ന് ഒരു ചിക്കൻ ബോക്സ് എന്തോ പിടിപെട്ടു. അപ്പോൾ MT NP മുഹമ്മദ് പുള്ളിയുടെ കൂട്ടുകാരനും അന്ന് കോഴിക്കോട് അവരൊന്നിച്ചിട്ടാണ് അറബിപ്പന്ന എന്നൊക്കെ പറഞ്ഞ വലിയ നോവലൊക്കെ എഴുതിയിരിക്കുന്നത്. MTയുടെ അടുത്ത സുഹൃത്താണ് NP മുഹമ്മദ്. അപ്പോൾ NP മുഹമ്മദിനെ അയച്ചു. ഞാനിവിടെ ചിത്രലേഖ ഫിലിം സൊസൈറ്റി എടുത്തെന്നൊക്കെ പറഞ്ഞു. എനിക്ക് ശരിക്കും അഡ്രസ്സൊന്നും അറിയില്ല. അടൂർ ഗോപാലകൃഷ്ണൻ ചിത്രലേഖ ഫിലിം സൊസൈറ്റി തിരുവനന്തപുരം പറഞ്ഞിട്ട് അറിയിച്ചു, ഇങ്ങനെ നിങ്ങളുടെ പടം മികച്ച ചിത്രമായിട്ട്. പക്ഷെ പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു, അത് നിങ്ങൾ ഞങ്ങളുടെ ആനുവൽ ഡേയിൽ വന്ന് പങ്കെടുത്ത് ഞങ്ങൾ പൈസയൊന്നുമില്ല, നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് ഫെയർ തരാം, ടു ആൻഡ് ഫ്രോ ട്രെയിൻ ഫെയർ എന്നോ. അപ്പോൾ അടൂർ മറുപടി അയച്ചു, ഞാൻ ട്രെയിനിലല്ല വരുന്നത്, എൻ്റെ കൂടെ വേറെ സുഹൃത്തുക്കളുണ്ട്, ഞങ്ങളൊരു കാറിലായിരിക്കും വരിക. കാർ എന്ന് പറഞ്ഞ് ഒരു ഇളം നീല അംബാസഡർ കാറിൽ അടൂർ, അന്നത്തെ ചിത്രലേഖയുടെ മാനേജർ ഡയറക്ടർ കുളത്തൂർ ഭാസ്കരൻ നായർ, കടമ്പനിട്ട രാമകൃഷ്ണൻ, പിന്നെ 4മതൊരാൾ, അത് ഞാൻ അടുത്ത കാലത്ത് അറിഞ്ഞത്, മീര സാഹിബ് അടൂരിൻ്റെ. ഞങ്ങൾക്ക് ആരും സ്പോൺസർ ചെയ്യാനൊന്നുമില്ല. അസോസിയേഷൻ അംഗങ്ങളും പിന്നെ അവരുടെ ഫാമിലിയും പിന്നെ ഗാനമേള നാടകമൊക്കെ ഉണ്ട്. അതിന് ₹1 എൻട്രി ഫീ വെച്ചിട്ടുണ്ട്. അതൊന്നും കൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടൊക്കെ ചിലവ്. അപ്പം അന്ന് ഫങ്ഷൻ കഴിഞ്ഞിട്ട് PWD റെസ്റ്റ് ഹൗസിൽ ഒരു റൂം ബുക്ക് ചെയ്തിരുന്നു പുള്ളിക്ക്. അപ്പോൾ പുള്ളി പറഞ്ഞു അവിടെ ഭക്ഷണം കഴിക്കാൻ 9 മണിക്ക്. ഈ ഫങ്ഷൻ കഴിഞ്ഞ ഉടനെ അവിടെ നാടകം ഗാനമേള നടക്കുമ്പോൾ ഞാൻ അടൂരിൻ്റെയും ഇവർ 3 പേര് കൂടെ വന്നിട്ടുണ്ടല്ലോ, ഇവർ 4 പേരും ഞാനും കൂടിയിട്ട് ഭക്ഷണം കഴിക്കാൻ PWD റെസ്റ്റ് ഹൗസിൽ പറഞ്ഞു വെച്ചിരുന്നു. അവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അപ്പോൾ അന്ന് പത്രങ്ങളിലൊക്കെ ഇങ്ങനെ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന്, അതിന് മുമ്പ് ജോൺ അബ്രഹാം ഒരു പടം എടുത്തിരുന്നു, ജോൺ ശങ്കരമംഗൽ ഒരു പടം, 2 അവൾ 3, പിന്നെ അവൾ എന്ന് പറഞ്ഞിട്ട് അസീസ് അവളാണ് ആദ്യമായിട്ട് വരുന്ന സിനിമ. അവൾ എന്നാണ് ആ സിനിമയുടെ പേര്. അസീസ് മാസ്റ്റർ അങ്ങനെ ഹെഡ് മാസ്റ്ററായിരുന്നു ഹൈസ്കൂള്. അത് ജോലി ലീവ് എടുത്തിട്ട് പൂരെ പോയിട്ട് പഠിച്ചതാണ്. അത് കഴിഞ്ഞ് ജോൺ ശങ്കരമല അടൂരിൻ്റെ ക്ലാസ്മേറ്റാണ്, ഒരേ ബാച്ചാണ് പൂനെയിൽ, ജന്മഭൂമി. ഇവർ അടൂരിൻ്റെയും ഇവരുടെയും ജൂനിയറാണ് 2 വർഷം ജോൺ എബ്രഹാം. പുള്ളിയുടെ വിദ്യാർത്ഥികളെ ഇതിലെ. അപ്പോൾ ഈ സിനിമയ്ക്ക് മറ്റ് സിനിമയെ കിട്ടിയതിനേക്കാളൊരു പ്രൊമോഷൻ കിട്ടിയിരുന്നു. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് അന്ന് സംസാരിച്ചു. അങ്ങനെ പുള്ളി പറഞ്ഞു ഞങ്ങൾ സ്റ്റേ ചെയ്യുന്നില്ല, രാത്രി തന്നെ പോവണം. അപ്പം ഞാൻ പറഞ്ഞു അടൂർജി എന്താണ് നിങ്ങളുടെ, എനിക്ക് 4 പേരുടെ ഇതൊന്നും തരാനുള്ള, ഞാൻ വിചാരിച്ചു ഇത് ഇവരുടെ കാറാണ്. ചിത്രലേഖ എന്ന് ബോർഡ് ഉണ്ടായിരുന്നു ആ കാറിൻ്റെ മുന്നിൽ, ചിത്രലേഖയുടെ. പുള്ളി പറഞ്ഞു
അല്ല പൈസ ഒന്നും ഞാൻ ചോദിച്ചില്ല, തരികയാണെങ്കിൽ പണം ഉണ്ടെങ്കിൽ പെട്രോളിൻ്റെ കാശ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്ലാസ് ഫെയറിനേക്കാൾ കുറവായിരുന്നു അന്നത്തെ പെട്രോളിൻ്റെ വില. ഞാനത് അങ്ങോട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് എൻ്റെ അച്ഛൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ്, ഞാൻ പറഞ്ഞത്. അച്ഛൻ തമിഴ്നാട്. അപ്പോൾ എൻ്റെ MA പ്രീവിയസ് പരീക്ഷയാണ് നെക്സ്റ്റ് ഡേ ഈ ഫംഗ്ഷൻ കഴിഞ്ഞ. അപ്പോൾ പലരും പരീക്ഷ തുടങ്ങി എന്നിട്ട് മാറി നിന്നു ഫംഗ്ഷനിൽ. അപ്പോൾ അന്ന് ഈ MA പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാം അല്ല, കോളേജ് എക്സാമാണ്. അപ്പോൾ അറ്റൻഡൻസ് ഫുൾ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിന് മുമ്പുള്ള ക്വാർട്ടേർലിയിലും ഹാഫ് ഇയർലിയിലൊക്കെ നമുക്ക് എന്താ മിനിമം മാർക്ക് ഉണ്ടെങ്കിൽ ഈ ഫൈനൽ ഇയർ പരീക്ഷ എഴുതിയില്ലെങ്കിൽ പോലും പാസ്സാവും. അപ്പം ഞാൻ ക്ലാസ്സിൽ ഫസ്റ്റാണ്. എന്നിട്ട് പോലും എനിക്ക് പിറ്റേ ദിവസം ഈ ഫംഗ്ഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ പരീക്ഷ തുടങ്ങി എനിക്ക് എഴുതാൻ പറ്റി. പക്ഷേ സെക്കൻഡ് ഇയറിലേക്ക് ഓട്ടോമാറ്റിക്കലി പോകുന്നുള്ളതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ടുള്ള എക്സാം എഴുതി. അപ്പോൾ അച്ഛൻ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് വന്നപ്പോൾ എനിക്ക് തമിഴ്നാട് ഗവൺമെൻറ് ഡെപ്യൂട്ടി കളക്ടർ ക്ലാസ് 1 ഓഫീസേഴ്സിൻ്റെ ടെസ്റ്റ് എഴുതാനുള്ള ഇത് വന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇതെന്തിനാണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ എൻ്റെ സെക്കൻഡ് ഇയർ കഴിയുന്ന ഇല്ല, നീ IAS എഴുതുന്ന ആഗ്രഹം, എൻ്റെ ആദ്യത്തെ ചാപ്റ്റർ അതാണ്. ഇതൊരു റിഹേഴ്സലായിട്ട് എടുക്കുക, ഇത് നിനക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ വെക്കേഷൻ പീരീഡല്ലേ, അവർ എൻട്രൻസിന് വിളിക്കുകയാണെങ്കിൽ മദ്രാസിൽ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഞാനൊരു അപേക്ഷ അയച്ചു. അപ്പോഴാണ് ഇങ്ങനെ പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപേക്ഷ ക്ഷണിച്ചുകൊണ്ടൊരു ഇത് വരുന്നു പത്രങ്ങളിൽ. അപ്പോൾ അതിലൊരു അപേക്ഷ അയച്ചു. രസം എന്താ വെച്ചാൽ മെയ് മാസം എനിക്ക് എൻട്രൻസ് ടെസ്റ്റ് മദ്രാസിൽ വെച്ച് എഴുതാൻ, ഡെപ്യൂട്ടി കളക്ടറുടെ പരീക്ഷ എഴുതാനും വരുന്നു. അതേ പീരീഡിൽ തന്നെ ഒരു ദിവസം പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, അന്ന് തിരുവനന്തപുരം സെൻറ്ററല്ല, 15 ദിവസം ഞാൻ ആദ്യമായിട്ട് മദ്രാസിൽ പോവാം. അച്ഛൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ എഗ്മോറിലാണ് താമസിക്കുന്നത്. ഞാൻ അതുവരെ കണ്ടിട്ടേ ഇല്ല ബന്ധുവിനെ. അപ്പോൾ ആ 15 ദിവസത്തിൽ 4 പേപ്പറേ ഉള്ളൂ ഡെപ്യൂട്ടി കളക്ടറുടെ. പക്ഷേ ഒരു പേപ്പർ കഴിഞ്ഞാൽ അടുത്ത പേപ്പർ 4 ദിവസം കഴിഞ്ഞിട്ട് അങ്ങനെയാണ്. അതിൽ ഏതൊരു ദിവസം ഈ പൂര ഇൻസ്റ്റിറ്റ്യൂട്ട് ടെസ്റ്റ് ഉണ്ട്. ഇത് ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടില്ല. പിന്നെ അച്ഛനും അത് സീരിയസ് ആയിട്ട് എടുക്കണം, നീ റിഹേഴ്സലായിട്ട് എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും അത്ര സീരിയസ് ആയിട്ട് പ്രിപ്പറേഷൻ ഒന്നും നടത്തിയിട്ടില്ല. പരീക്ഷ എഴുതി രാവിലെ പോയി കഴിഞ്ഞാൽ പരീക്ഷ ഉള്ള ദിവസം അല്ലാത്ത ദിവസമൊക്കെ ഈ ബന്ധു ഞാനും ആദ്യമായിട്ട് കാണാം, അച്ഛൻ്റെ ഒരു റിലേറ്റീവാണ്. ഞാൻ രാവിലെ പോയ വൈകുന്നേരം 7 മണി. ഞാൻ ഈ മാറ്റിനി ഷോ, അപ്പോൾ അവിടെ പോയപ്പോൾ വലിയ മൗണ്ട് റോഡിലെ അന്നത്തെ വലിയ എയർ കണ്ടീഷൻ തിയേറ്ററുകളൊക്കെ, ഈ തിയേറ്ററുകൾ പോയി കാണാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന മിക്കവാറും ആ ദിവസങ്ങളിൽ ഉച്ച കഴിഞ്ഞാൽ ഞാൻ പരീക്ഷ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പരീക്ഷ കഴിഞ്ഞാൽ 2 മണി മാറ്റിനിയും കഴിഞ്ഞിട്ട് വൈകുന്നേരം വരുന്നു. അപ്പോൾ സിനിമ കാണാൻ പോയ പോലെ എന്നെ മദ്രാസിൽ അതിനൊരു ടെസ്റ്റ് എഴുതി. അങ്ങനെ ജൂൺ മാസം ഇവർ രണ്ട് കൂട്ടരുടെയും ഇൻ്റർവ്യൂ കാർഡ് വന്നു. ഞാൻ മറ്റേ കയറി കളഞ്ഞു, ഡെപ്യൂട്ടി കളക്ടറുടെ. എൻ്റെ പൂനെ പോയി. പൂനെ പോയത് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. ഞാൻ പൂനെയിൽ പൂനെയിലല്ല, മദ്രാസിൽ ടെസ്റ്റ് എഴുതിയല്ലേ, പൂനെയിൽ ഇൻ്റർവ്യൂവിന് വിളിച്ചു വന്നു. ഇത് പറഞ്ഞാൽ വിടില്ല, വീട്ടിൽ പറഞ്ഞാൽ വിടില്ല പറഞ്ഞിട്ട് ഞാൻ അന്ന് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് ഇതിൻ്റെ ബ്രാഞ്ച് തുടങ്ങിയിരുന്നു. നമ്മുടെ സംഘടനയുടെ എറണാകുളം മഹാരാജാസിലുണ്ടായിരുന്നു, സെൻറ്റ് തോമസ് കോളേജ് തൃശ്ശൂരുണ്ടായിരുന്നു, മാറിവാൻ കോതമംഗലം എന്താണ് ഒരു ക്രിസ്ത്യൻ, ഇങ്ങനെ പല ഗുരുവായൂരപ്പ കോളേജ്, മലബാർ ക്രിസ്ത്യൻ കോളേജ് കോഴിക്കോട്, തലശ്ശേരി നമ്മുടെ ബ്രണ്ണൻ കോളേജ് എല്ലാം ഞങ്ങളുടെ സംഘടന 23 ഇവിടെ തുടങ്ങിയിരുന്നു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു സമാധാനം എന്താ വെച്ചാൽ ഞാൻ പോയാലും ഞാൻ അന്ന് മദ്യപിക്കില്ല, പുകവലിക്കില്ല, പ്യൂർ വെജിറ്റേറിയനാണ്. കഴിയുന്നത് ഈ സംഘടന ഇതിൽ പോകുമ്പോൾ ആരാണ് അവരെന്നെ അറിയിക്കും. ഞാൻ തുടങ്ങുന്നതല്ല, ചില കോളേജുകളിൽ നിന്ന് ലെറ്റർ വരും, ഞങ്ങൾക്കൊരു യൂണിറ്റ് തുടങ്ങണം പറഞ്ഞപ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയിട്ട് ഞാൻ ശരിയെന്ന് പറയും. എന്നിട്ട് ഇനോഗ്രേഷൻ ഞാൻ വരുമ്പോൾ അവിടുത്തെ ശാഖയുടെ സെക്രട്ടറി, കോളേജിൻ്റെ സെക്രട്ടറിയുടെ സ്റ്റേ ചെയ്യേണ്ടി വരികയാണെന്ന് വെച്ചാൽ അയാളുടെ വീട്ടിലാണ് താമസിക്കുക. ഞാൻ റൂം പോലും എടുക്കില്ല, ജനറൽ കമ്പാർട്ട്മെൻറ്റ് ട്രെയിനിലാണ് യാത്ര ചെയ്യുക. അപ്പോൾ എനിക്ക് വേറെ ഒരു ദുശ്ശീലങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ പോയി വരുന്നതിൽ അച്ഛൻ ഇല്ല വീട്ടിൽ. ഞാൻ പോയാലും പല സ്ഥലത്തും രാത്രി തന്നെ തിരിച്ചെത്തുകയും ചെയ്യും. ഞാൻ അത് മാത്രം ഒരു കള്ളം പറഞ്ഞു, ഞാൻ പൂനെ പോവാണെന്നും പറഞ്ഞില്ല. പക്ഷെ പൂനെ പോയി വരുമ്പോൾ അന്നത്തെ ട്രെയിനിൽ പോയി വരെ 2-3 ദിവസം എടുക്കുമല്ലോ. ഞാൻ 2-3 കോളേജിൽ പോകാനുണ്ട്, തലശ്ശേരി പോകാനുണ്ട്, അവിടുന്ന് പിന്നെ കോഴിക്കോട് പോകണം എന്നൊക്കെ പറഞ്ഞ് പൂനെയിൽ ടെസ്റ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു.
ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് പവിത്രൻ ഡയറക്ടർ, വേണു നാഗവള്ളി, പിന്നീട് അറിയപ്പെട്ട ആൾക്കാർ ഇവർ രണ്ടാളാണ്. പിന്നെ കെ ചന്ദ്രൻ, കള്ളിക്കാട് രാമേന്ദ്രൻ, ഇവരൊക്കെ അന്ന് ഇൻ്റർവ്യൂവിനുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് അപ്പം ഞാനീ ഒരു വിദ്യ എന്നുള്ള പേരിലൊരു സ്ക്രിപ്റ്റ് വെറുതെ ഈ വെക്കേഷൻ പീരീഡിൽ എഴുതി വെച്ചിരുന്നു. അപ്പോൾ ഇൻ്റർവ്യൂ സമയത്ത് 5 പേരാ ഇൻ്റർവ്യൂ ബോർഡ് മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. സാത്ത് ഹിന്ദുസ്ഥാനി എന്ന് പറഞ്ഞ മധുവൊക്കെ ആദ്യമായിട്ട് അമിതാഭ് ബച്ചനൊക്കെ ആക്ട് ചെയ്ത പടം. അതിൻ്റെ ഡയറക്ടർ കെ അബ്ബാസ്, വെളിയിൽ നിന്ന് 2 പേര്, കെ അബ്ബാസും നടി മീനാകുമാരി. പിന്നെ 3 പേര് ഡയറക്ഷൻ പ്രൊഫസർ ധീരേഷ് ഘോഷ്, രമേഷ് പോൾ സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് പ്രൊഫസർ, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡയറക്ടർ, എനിക്ക് ഡയറക്ടറുടെ പേര് ഓർക്കുന്നില്ല. ഇങ്ങനെ 5 പേരാണ് ഇൻ്റർവ്യൂ ബോർഡുള്ളത്. അപ്പോൾ ഇൻ്റർവ്യൂ ഞാനിങ്ങനെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടുതൽ സമയമെടുത്തു ഇൻ്റർവ്യൂവിന്. അപ്പോൾ ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു, KN ശശിധരൻ, ഷാജിയൻ കരുൺ അന്ന് പഠിക്കുക അവിടെ. അവർ സെക്കൻഡ് ഇയർ കഴിഞ്ഞ് നിൽക്കുക, തേർഡ് ഇയറിലേക്ക് എൻ്റർ ചെയ്യാൻ നിൽക്കുക. ഇവർ 2 പേരും സീനിയേഴ്സാണ്. ശശിധരൻ ഞങ്ങൾ ഈ ജൂനിയേഴ്സ് മലയാളീസ് ഇൻ്റർവ്യൂവിന് വന്ന ഇവരൊക്കെ അങ്ങനെയുടെ ഹോസ്റ്റൽ റൂമിൽ കൊണ്ടുപോയി ചായയൊക്കെ ഇട്ടെന്ന് കുറേ നേരം വർത്താനൊക്കെ. പക്ഷേ ഇൻ്റർവ്യൂ കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ ഈ പ്യൂണോ ക്ലർക്ക് ആരാണ് വെളിയിൽ വന്ന്, ഇവർ 10 സീറ്റാണെങ്കിൽ അതിൻ്റെ 40 പേരെ ഉണ്ട്, അങ്ങനെയാണ്. അല്ല ഇത്ര മാർക്കെന്നല്ല, അതിൻ്റെ 4 ഇരട്ടി പേരെ റിട്ടേൺ ടെസ്റ്റിന് ഇൻ്റർവ്യൂവിന് എടുത്തിട്ട് എല്ലാ കോഴ്സിനും. സിനിമാറ്റോഗ്രഫി ഒക്കെ 10 സീറ്റാണ്, അതിന് 40 പേരെ ഇൻ്റർവ്യൂവിന് വിളിക്കും. അപ്പോൾ 30 പേര് ഔട്ടാവും, 10 പേരാവും. കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇത് വരുന്നു, എന്നെ വീണ്ടും വിളിച്ചു വരും ഇൻ്റർവ്യൂ ഒക്കെ എല്ലാവരുടെയും. ഈ പർട്ടിക്കുലർ വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങളുടെ ഇതൊക്കെ ഇമ്പ്രസീവ് ആയിരുന്നു, പക്ഷെ നിങ്ങൾക്കൊരു ചോയ്സ് തരിക ഞങ്ങൾ. അപ്പം എന്നോട് ചോദിച്ചു, ഞാനിങ്ങനെ സംഘടന ഇതൊക്കെ കലാസാംസ്കാരിക പ്രവർത്തനമൊക്കെ ഉണ്ടോ പറഞ്ഞപ്പോൾ, ഇത് വീട്ടിൽ നിങ്ങൾ അച്ഛൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. നമ്മൾ അച്ഛൻ ഹെൽത്ത് ഇൻസ്പെക്ടറാണ് തമിഴ്. അച്ഛനോട് പറഞ്ഞു, അവരൊക്കെ സമ്മതമാണ്. ഞാൻ പറഞ്ഞു, ഞാൻ അച്ഛനെ ഒന്നും അറിയിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നിങ്ങളിവിടെ പഠിക്കും? അപ്പം ഞാൻ പറഞ്ഞു, അന്ന് 75 രൂപയാണ് മന്ത്ലി സ്കോളർഷിപ്പ്, ക്ലാസ്സിൽ ഫസ്റ്റ് ആവണം. പക്ഷേ അപ്പോൾ ഞാൻ പറഞ്ഞു 75 രൂപ സ്കോളർഷിപ്പും പിന്നെ ഒരു മാസികയിലെ ചിത്രകാർത്തിക വൈക്കം ചന്ദ്രശേഖരൻ നായരുടെ പത്രാധിപത്യത്തിലൊരു, അത് ഞാൻ പുള്ളിയായിട്ട് കറസ്പോണ്ടൻസ് നടത്തിയിരുന്നു. അതിലൊരു മാഗസീനിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറി എന്നുള്ള പേരിൽ ഞാനൊരു സീരീസ് എഴുതാൻ അവർ എഗ്രി ചെയ്തിട്ടുണ്ട്. അതിൽ കിട്ടുന്ന റെമ്യൂണറേഷൻ വെച്ച് അന്ന് മെസ് ഫീസ് 150 രൂപയുള്ളൂ അവിടെ. ആലോചിക്കണം, ഒരു മാസം ഉച്ചയ്ക്ക് രാത്രി ഭക്ഷണം കഴിയും. അപ്പോൾ അവർ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഡയറക്ഷൻ ആൻഡ് സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് 2 വർഷം കമ്പൈൻഡ് കോഴ്സാണ്. 2 വർഷം. തേർഡ് ഇയർ വന്നിട്ട് തിയറി ക്ലാസ് ഇല്ല, പ്രാക്ടിക്കൽസാണ്. ഡയറക്ഷൻ സ്പെഷ്യലൈസ് ചെയ്യണമെങ്കിൽ 20 മിനിറ്റ് കഥാചിത്രം ഡിപ്ലോമ ഫിലിം, 10 മിനിറ്റ് ഡോക്യുമെൻ്ററി, 1 മിനിറ്റ് അഡ്വർടൈസ്മെൻറ്റ് ഫിലിം, 1 ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ്, ഒറിജിനൽ സ്ക്രിപ്റ്റ്. സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് സ്പെഷ്യലൈസേഷൻ ചെയ്യണമെങ്കിൽ സ്റ്റോറി ഫിലിംസ് എഴുതി ഡയറക്റ്റ് ചെയ്യാം, ഡോക്യുമെൻ്ററി അഡ്വർടൈസ്മെൻറ്റ് സ്ക്രിപ്റ്റ് മതി, ഡയറക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ 2 ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് സമയം, ഒന്ന് ഒറിജിനൽ നമ്മുടെ സബ്ജക്റ്റ് ആയിരിക്കും, ഒന്ന് അഡാപ്റ്റേഷൻ ഒരു സാഹിത്യകൃതി അവലംബമാക്കി, 2 എണ്ണം. അപ്പോൾ 15, 7, 22 സീറ്റുണ്ട് 2നും കൂടി. ആദ്യത്തെ 2 വർഷം 22 പേര് ഒന്നിച്ചാൽ പഠിക്കുക. തേർഡ് ഇയറിലാവുമ്പോൾ ഇങ്ങനൊരു ഇത് വരും. അപ്പോൾ എന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു, ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്, പക്ഷെ നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയണം, ഫൈനൽ ഇയറിൽ നിങ്ങൾക്ക് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്തുകൂടെ ചോദിച്ചു. നിങ്ങൾക്കൊരു സ്റ്റോറി ഫിലിം ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, ഡോക്യുമെൻ്ററി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഡോക്യുമെൻ്ററി അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ല. ഇത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പറയും. നിങ്ങൾ ഈ സ്കോളർഷിപ്പ് പറഞ്ഞേ, ക്ലാസ്സിൽ ഫസ്റ്റാണ്, പക്ഷേ ഈ ഫസ്റ്റ് ഇയർ ഒന്നിച്ചിട്ടാണെങ്കിൽ ഈ 15, 7 തുടക്കത്തിലെ ഓപ്ഷൻ കൊടുത്താൽ 7 പേരിൽ ഒന്നാമനായാൽ മതി, മറ്റേ 15 പേരിൽ ഒന്നാമനാണ്. അപ്പോൾ നിങ്ങൾക്ക് അതുകൂടി നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട്, അതല്ല നിങ്ങൾ ഡയറക്ഷൻ തന്നെയാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഐ ആം ലീവിങ് ഇറ്റ് ടു യു, ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുമെന്ന് പറഞ്ഞു. ഞാൻ വന്നു. ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്തപ്പോൾ എന്നെ ഈ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്പെഷ്യലൈസേഷൻ ഇതിൽ കൊടുക്കുകയും
ആദ്യത്തെ സെമിസ്റ്ററിൽ 22 പേരിലും ക്ലാസ്സിൽ ഫസ്റ്റ്. ഈ സെയ്ദ് മുർസയ്ക്ക് എൻ്റെ ബാച്ചാണ്. എനിക്ക് 22 വയസ്സ്, സെയ്ദ് മുർസയ്ക്ക് 33. അയാൾക്ക് 8 വയസ്സൊക്കെ കുട്ടിയുണ്ട് അവിടെ പഠിക്കാൻ വരുമ്പോൾ. എലിമെൻറ്റ്സ് ഓഫ് ഡയറക്ഷനിൽ എനിക്ക് മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് സെമിസ്റ്ററിൽ. സെയ്ദ് മുർസ എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, പുള്ളി സെക്കൻഡ്, പുള്ളിക്ക് 56 മാർക്ക്, എനിക്ക് 63 മാർക്ക്. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സ്പെഷ്യലൈസ് ചെയ്യുന്ന എനിക്കാണ് ഡയറക്ഷനിൽ ക്ലാസ്സിൽ ഫസ്റ്റ്, എഡിറ്റിങ്ങിലെല്ലാം തന്നെ. 2 ഇയേഴ്സും എനിക്ക് 3 വർഷം വരെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിത് പറയാൻ കാരണം, അങ്ങനെ ഞാനെടുത്ത എനിക്ക് അഡ്വർടൈസ്മെൻറ്റ് ആൻഡ് ഡോക്യുമെൻ്ററി, എനിക്ക് ഫീച്ചർ ഫിലിം ഇൻഡസ്ട്രിയിൽ പോകാമെന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. ഒരു ജോലിക്ക് പോവുക, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡെപ്യൂട്ടി കളക്ടറായി പോയിക്കൂടെ. അപ്പോൾ ഒരു ജോലിക്കേ പോകേണ്ട, ഒരു ഫ്രീലാൻസറായിട്ട് ഇരിക്കാമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിൽ പോകുക എന്നുള്ള രീതിയിലാണ് പോയത്. പക്ഷേ രസമെന്ന് വെച്ചാൽ അതിന് ശേഷം ഞാൻ 150, 125 ഡോക്യുമെൻ്ററിയും 35 മോട്ടിവേഷണൽ സ്പോർട്സ് ആൻഡ് അഡ്വർടൈസ്മെൻ്റ് എടുത്തു. ഡോക്യുമെൻ്ററി ഞാൻ അവിടെ ഡയറക്റ്റ് ചെയ്തില്ല. പക്ഷേ ഞാൻ 83-ലെടുത്ത KSFDCക്ക് എടുത്ത ഡോക്യുമെൻ്ററിയാണ് മലയാളത്തിലെ ആദ്യത്തെ ഡോക്യുമെൻ്ററിക്ക് നാഷണൽ അവാർഡ് കിട്ടുന്നത്. ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഡോക്യുമെൻ്ററി എടുത്തിട്ടില്ല. സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. പാരനോയിയ, ഒരു മനഃശാസ്ത്ര സബ്ജക്റ്റ്. പാരനോയിയ, സ്കിസോഫ്രീനിയ എന്നുള്ള രോഗമുണ്ടല്ലോ. സ്ക്രിപ്റ്റ് കൊടുത്താൽ മതി. അതായിരുന്നു എൻ്റെ സബ്ജക്റ്റായിട്ട് ഞാൻ സ്ക്രിപ്റ്റായിട്ട് കൊടുത്തിരുന്നത്. ഈ ഡോക്യുമെൻ്ററിക്കാണല്ലോ ആദ്യത്തെ നാഷണൽ അവാർഡ് കിട്ടുന്നത്. സിനിമയ്ക്കല്ലല്ലോ, ഡോക്യുമെൻ്ററിക്കല്ല. അതെ. മണ്ണിൻ്റെ മാറൽ അല്ലേ? മണ്ണിൻ്റെ അല്ല, കൂടുതൽ പാൽ വേണമെങ്കിൽ, അതൊരു ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷനെ കുറിച്ച്, എഡ്യൂക്കേഷൻ, ബെസ്റ്റ് എഡ്യൂക്കേഷൻ. തുടർന്നും ഡോക്യുമെൻ്ററിക്കാണല്ലോ, തുടർമാനമായിട്ട് ഡോക്യുമെൻ്ററിക്കുള്ള സംസ്ഥാന അവാർഡ്. ആ പടത്തിന് അല്ലാതെ എനിക്ക് വിശാല കൊച്ചി എന്നുള്ള പടം, അതിൻ്റെയൊക്കെയാണ് സർട്ടിഫിക്കറ്റ് ഇരിക്കുന്നത്. 80, 82, 84 വിശാല കൊച്ചി, സ്റ്റോറി ഓഫ് റെവല്യൂഷൻ, അത് GCDAക്ക് വേണ്ടി എടുത്തത്, മറ്റേ കെൽട്രോണ് വേണ്ടി എടുത്തത്. പിന്നീട് മണ്ണിൻ്റെ മക്കൾ എന്നുള്ളത് ട്രൈബ്, നമ്മുടെ ഷെഡ്യൂൾ കാസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ടി എടുത്തത്. സിനിമയിലേക്കുള്ള വരവ് ഫസ്റ്റ് സിനിമ ഈണ? ഇല്ല, ഞാൻ എൻ്റെ ഈ അവിടെ കൊടുത്ത ഒറിജിനൽ റിട്ടേൺ ഓഫ് ദ നേറ്റീവ് എന്ന് പറഞ്ഞ ഒരു ഇംഗ്ലീഷ് നോവലിനായിരുന്നു എൻ്റെ അഡാപ്റ്റേഷൻ സ്ക്രിപ്റ്റ്. എൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് പറഞ്ഞാൽ നമ്മുടെ കഥയായിരിക്കണം ഒറിജിനൽ. മറ്റേ അഡാപ്റ്റേഷൻ വേറൊരു സാഹിത്യം, നാടകമാകാം, നോവലാകാം, ചെറുകഥയാകാം. അപ്പോൾ ഈ എൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് മേ ഫ്ലവർ എന്നായിരുന്നു എൻ്റെ പേര്. അപ്പോൾ നമ്മളിതൊക്കെ, അപ്പോൾ ഈ സ്ക്രിപ്റ്റ് എഴുതാൻ ആർക്കും താല്പര്യമില്ല. ഞാൻ വേറെ 2 പേർക്ക് സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ടുണ്ട്. ഗായക്വാൾ എന്ന് പറഞ്ഞൊരു മഹാരാഷ്ട്രക്കാരൻ ഡയറക്ഷൻ സ്റ്റുഡൻറ്റും, അബ്ബാസ് പറഞ്ഞൊരു അഫ്ഗാനിസ്ഥാൻ ഫോറിൻ സ്റ്റുഡൻറ്റ്, അയാളും വളരെ ഏജ്ഡാണ്. ആർക്കും സ്ക്രിപ്റ്റ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഗിരീഷ് കാസരവല്ലി എൻ്റെ 1 വർഷം സീനിയറാണ്. ഗിരീഷ് കാസരവല്ലി സ്ക്രിപ്റ്റിൽ, ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റിൽ തോറ്റു. അന്ന് ഗിരീഷ് കർണാട് ആയിരുന്നു ഫൈനൽ ഇയർ പഠിക്കുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡ്. പുള്ളി പക്ഷേ ഡയറക്ടർ എന്ന് പറഞ്ഞിട്ട്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡിൻ്റെ പേര് ഡയറക്ടർ എന്നാണ്, അഡ്മിനിസ്ട്രേഷൻ നോക്കിയാൽ മതി. പക്ഷെ പുള്ളി ക്ലാസ് എടുക്കാൻ വരും, സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ആക്ടിങ്ങും. പുള്ളിക്ക് നാഷണൽ അവാർഡ് ആക്ടിങ്ങിന് കിട്ടിയിട്ടുണ്ട്, ഡയറക്ഷന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഗഡശ്രാദ്ധ എന്നുള്ള നോവലാണ്, കന്നഡ നോവലാണ് പുള്ളി സ്ക്രിപ്റ്റായിട്ട് കൊടുത്തത്. പക്ഷെ അത് പൂർണ്ണ രൂപത്തിൽ ഒരു 1 ലൈൻ ട്രീറ്റ്മെൻറ്റാണ് പണ്ട് പുള്ളിയെ തോപ്പിച്ചു പുള്ളിക്ക് സ്ക്രിപ്റ്റിൽ. ഇതേ ഗഡശ്രാദ്ധ തന്നെ പൂർണ്ണ തിരക്കഥ രൂപമാക്കിയിട്ട് പുള്ളി ആദ്യത്തെ സിനിമയായിട്ട് എടുത്ത് അതിന് ഗോൾഡ് മെഡൽ കിട്ടി, ഗിരീഷ് കാസരവള്ളിക്ക്. അപ്പോൾ ഞാൻ ഈ മേഫ്ലവറിൽ, അപ്പം നമുക്ക് ഉടനെ റിസൾട്ട് കിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ വന്ന് 45-ാം ദിവസം തന്നെ പിള്ള സാറ് ഒരു പാനലിൻ്റെ അപേക്ഷ കൊടുക്കാൻ വന്നതാണ്. ഞാനൊരു പത്രത്തിലെ പരസ്യം കണ്ടിട്ട് KSFDCയിൽ ജോലിക്ക് അപേക്ഷിക്കാൻ വന്നതല്ല, വെളിയിൽ നിന്ന് പാനൽ ഉണ്ടാക്കണമെന്ന്. അപ്പോൾ പിള്ള സാറ് പറഞ്ഞു, നിങ്ങൾക്കൊന്നും എക്സ്പീരിയൻസ് ഇല്ല, നിങ്ങൾ ആദ്യം അസിസ്റ്റൻ്റായിട്ട് ഒക്കെ വർക്ക് ചെയ്ത് എക്സ്പീരിയൻസ് കിട്ടിയാൽ നിങ്ങൾക്ക് ഇനി. അങ്ങനെ പിള്ള സാറ് ഡയറക്റ്റ് ചെയ്ത അന്നത്തെ ആദ്യത്തെ ഡോക്യുമെൻ്ററി KSFDCയിൽ എന്നെ അസിസ്റ്റൻ്റായിട്ടും പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ടും പിന്നീട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ടൈറ്റിൽ കൊടുത്ത് അസിസ്റ്റൻ്റ് ഡയറക്ടറെ എല്ലാ ജോലിയും ഏൽപ്പിച്ചു. കുറേ കഴിഞ്ഞ്
മാർക്ക് ലിസ്റ്റ് വന്നപ്പോൾ അതിൽ എൻ്റെ മേഫ്ലവർ സ്ക്രിപ്റ്റിന് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അതിന് മുമ്പും ഇപ്പോൾ 61 വർഷം കഴിഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നിട്ട് എനിക്ക് ശേഷം ആർക്കും. അപ്പോൾ ABCD ഗ്രേഡാണ്. അപ്പോൾ എനിക്ക് ഈ മാർക്കിൽ ഗ്രേഡ് ഷീറ്റ് കിട്ടിയപ്പോൾ ഈ ഫീച്ചർ ഫിലിം സ്ക്രിപ്റ്റ് ചിലതിൽ A ആണ്, ചിലത് B+. B+ പറഞ്ഞാൽ 55% ആണ്. സ്റ്റോറി ഫിലിമിന് B+ ഉള്ളൂ എനിക്ക്. എൻ്റെ ഡിപ്ലോമ ഫിലിമിൻ്റെ പേര് വൈറ്റ് റോസസിലാണ്. അതിന് B+ ഉള്ളൂ. 55 to 60 എൻ്റെ ഇപ്പോൾ ആണ് A. പക്ഷേ ഈ D എന്ന് വന്നപ്പോൾ ഞാൻ തോറ്റു എന്നാണ് വിചാരിച്ച്. പിന്നെ താഴെ കൊടുത്തിട്ട് D പറയുമ്പോൾ ഡിസ്ട്രിക്ഷനാണ്. 70% എൻ്റെ എബോവ് കിട്ടുന്നതാണ് ഡിസ്റ്റിങ്ഷൻ. അത് എൻ്റെ ഈ ഒറിജിനൽ സ്ക്രിപ്റ്റിന് ഡിസ്റ്റിങ്ഷൻ കിട്ടി. അപ്പോൾ എൻ്റെ ക്ലാസ്മേറ്റാണ് കള്ളിക്കാട് രാമേന്ദ്രൻ. രാമേന്ദ്രൻ ഇവിടെ വന്നുകൊണ്ട് കലാകൗമുദിയിലെ സബ് എഡിറ്ററായി ജോലി കിട്ടിയിരുന്നു. പുള്ളി ഡിപ്ലോമ ഫിലിം കംപ്ലീറ്റ് ടെസ്റ്റൊന്നും എഴുതിയില്ല, അവിടുത്തെ ഫൈനൽ ഇയർ ടെസ്റ്റ് എഴുതിയില്ല. പുള്ളി നേരെ വെക്കേഷൻ ഇവിടെ വന്നപ്പോൾ പിന്നെ ടെസ്റ്റ് എഴുതാൻ വന്നില്ല. ബട്ട് ഈ വാസ് വെരി സിൻസിയർ ഫ്രണ്ടായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അന്ന് ഫിലിം മാഗസിൻ്റെയും ജയചന്ദ്രൻ നായരാണ് കലാകൗമുദിയും ഫിലിം മാഗസിൻ്റെയും എഡിറ്റർ. കള്ളിക്കാട് രാമേന്ദ്രൻ പുള്ളിയുടെ തൊട്ട് താഴെ സബ് എഡിറ്ററായിരുന്നു. കള്ളിക്കാട് രാമേന്ദ്രൻ ഈ വാർത്ത കൊടുത്തത് VR ഗോപിനാഥൻ്റെ തിരക്കഥയ്ക്ക് ഡിസ്റ്റിങ്ഷൻ വന്നിട്ട് പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. അങ്ങനെ കഴിഞ്ഞപ്പോൾ ഒരു മാസം 1.5 മാസം കഴിഞ്ഞപ്പോൾ ഒരാൾ എന്നെ തിരക്കി വരുന്നു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമേന് പഠനം കഴിഞ്ഞ് വന്ന ഒരു ചെറുപ്പക്കാരൻ. അയാൾ വന്ന് പറഞ്ഞു, ഞാനിങ്ങനെ NSTയിൽ പഠിച്ചാണ്, ഈ ഫിലിം മാഗസീനിൽ ഇങ്ങനെ ഒരു വാർത്ത കണ്ടു, എനിക്ക് ആ സ്ക്രിപ്റ്റ് ഒന്ന് വായിക്കാൻ തരുന്നു. അപ്പോൾ ഞാൻ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ട ഒരു കോപ്പി, അന്ന് ടൈപ്പ് കോപ്പി എൻ്റെ കയ്യിലൊരു കോപ്പി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എൻ്റെ കയ്യിലൊരു കോപ്പിയേ ഉള്ളൂ, നിങ്ങൾ തിരിച്ചു തരണം. അന്ന് ഈ ഫോട്ടോസ്റ്റാറ്റ് മെഷീനൊന്നും വന്നിട്ടില്ല. എടുത്ത് ഞാൻ കൊടുത്തു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഇയാൾ വീണ്ടും വന്നിട്ട് പറഞ്ഞു, ഇതിലെ മെയിൻ ക്യാരക്ടർ ഞാൻ ചെയ്താൽ എങ്ങനെ ഇരിക്കും എന്ന് ചോദിച്ചു. ഞാൻ ആളാരാന്നുള്ള സസ്പെൻസിൽ വെക്കുക. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, പക്ഷെ ആര് പ്രൊഡ്യൂസ് ചെയ്യും? അപ്പോൾ പുള്ളി പറഞ്ഞല്ല, എൻ്റെ ചേട്ടൻ കുവൈറ്റിലുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ചേട്ടനോട് പറഞ്ഞിട്ട് എത്ര എമൗണ്ട് ഉണ്ടെങ്കിൽ ഈ പടം തീർക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു അന്ന് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സമയമാണ് 78, 79 ഒക്കെ. ഞാൻ പറഞ്ഞൊരു മിനിമം ഒരു 3 ലക്ഷം രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വലിയ താരങ്ങളൊന്നും ഇല്ലാത്തൊരു സിനിമ ചെയ്യാം. അങ്ങനെ പുള്ള ചേട്ടൻ്റെ പേരും ഗോപിനാഥ് എന്നാണ്. ഇത് രാജേന്ദ്രൻ, നമ്മുടെ മുകേഷിൻ്റെ അളിയൻ EA രാജേന്ദ്രൻ, സന്ധ്യ രാജേന്ദ്രൻ്റെ ഭർത്താവ് രാജേന്ദ്രൻ. അതിൽ പക്ഷെ ഭരത് ഗോപി, ജലജ, ഇവരൊക്കെ, പിന്നെ തമിഴിൽ അന്ന് കന്നഡത്തിലെ ആക്ടിങ് അവാർഡ് കിട്ടിയ രേഖ റാവു, അങ്ങനെ കുറേ പേരൊക്കെ മധു അമ്പാട്ടായിരുന്നു ഛായാഗ്രഹണം ചെയ്തത്. അവരെല്ലാം വളരെ തുച്ഛമായ ഒരു നമ്മുടെ ആദ്യത്തെ പ്രോജക്റ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഭരത് ഗോപിക്ക് അന്ന് ഗോപി പിടിച്ചു വാങ്ങുക ചെയ്ത് ഈ ക്യാരക്ടർ. അതിൽ എനിക്ക് വലിയ സങ്കടം തോന്നി. 10 ബെസ്റ്റ് ഫിലിംസ് ഓഫ് ഗോപി. നിങ്ങൾ നമ്മുടെ സിനിമ കണ്ടിട്ടില്ല, നിങ്ങൾ അതിൽ എൻ്റെ പടം പെടുത്താത്തതിൽ എനിക്ക് വിരോധമുണ്ട്. ഗോപി ആദ്യമായിട്ടൊരു നാടൻ വേഷമല്ലാതെ ഒരു സോഫിസ്റ്റിക്കേറ്റഡ് റോള് ആക്ട് ചെയ്യണം പറഞ്ഞ് എന്നോട് പിടിച്ചു വാങ്ങുക ചെയ്ത് ഈ ക്യാരക്ടർ. അതൊരു സൈക്കോളജി പ്രൊഫസറായിട്ടാണ്. തീർച്ചയായിട്ടും. പക്ഷേ ആ സിനിമ അന്ന് ജിയോ കുട്ടപ്പൻ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. അന്നത്തെ നമ്പർ 1 പ്രൊഡക്ഷൻ കമ്പനിയായിരുന്നു, ഡിസ്ട്രിബ്യൂഷൻ കമ്പനിയായിരുന്നു. IV ശശിയെ വെച്ചിട്ട് സിനിമ ചെയ്യുന്ന പ്രൊഡ്യൂസറായിരുന്നു NG ജോൺ. ജിയോ കുട്ടപ്പൻ എന്നറിയപ്പെടുക, ജിയോ പിക്ചേഴ്സ്. ഫസ്റ്റ് കോപ്പി ഞങ്ങൾ കാണുമ്പോൾ സെൻസർ ചെയ്യാത്ത പ്രിൻ്റ്, ഞാനും മധു അമ്പാട്ടിൻ്റെ ഫാമിലി, ഭാഗ്യനാഥ്, പ്രൊഫസർ ഭാഗ്യനാഥ്, വിധുബാല. മധു അന്ന് ചെയ്യുന്ന പടങ്ങളൊക്കെ ലാബിൽ ഫസ്റ്റ് കോപ്പി കാണുമ്പോൾ ഫാമിലി മൊത്തം വരും. അപ്പോൾ പ്രൊഫസർ ഭാഗ്യനാഥ് എന്നെ വിളിച്ച് പറഞ്ഞു, അപ്പേട്ടെന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക. ഞാൻ അവരുടെ വീട്ടിലൊരു ഒരു ഫാമിലി ഫ്രണ്ട്സ് ആയിരുന്നു. ഞങ്ങൾ പോയാലൊക്കെ ഹോട്ടലിലാണ് താമസമെങ്കിലും ഭക്ഷണമൊക്കെ അവിടെ കഴിക്കുക. ചിലപ്പോൾ രാത്രി മധുവിൻ്റെ വീട്ടിലൊക്കെ കിടന്നുറങ്ങുക. ഭാഗ്യനാഥ് പറഞ്ഞു, ഇങ്ങനെ പടം കാണാൻ പോകുമ്പോൾ ഇങ്ങനെ ജിയോ കുട്ടപ്പനും വൈഫും വന്നിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഞങ്ങൾ മോൻ്റെ പടം കാണാൻ, അവരുടെ മധു സിനിമാറ്റോഗ്രഫി ചെയ്ത പടം കാണാൻ പോകുന്നപ്പോൾ അവരെ കൂടി കൂട്ടിയിട്ട് വന്നോട്ടെ, അമ്മ വന്നോളാൻ പറഞ്ഞു. MB ശ്രീനിവാസൻ മ്യൂസിക് ചെയ്തിട്ടുണ്ട്, പാട്ടില്ല, ബാക്ക്ഗ്രൗണ്ട്. MBS ഇതുപോലെ ഒരാളെ കൂട്ടിയിട്ട് വന്നു, ഒരു ഗസ്റ്റിനെ.
സെൻസർ ചെയ്തില്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ആ സിനിമ ഡിസംബർ 5-ാം തീയതി ഫസ്റ്റ് കോപ്പി പ്രസാദ് ലാബിൽ കാണാൻ പോവുക. വെളിയിൽ നിന്ന് ഞാൻ ഉള്ളത് ആകെ MBS മ്യൂസിക് ചെയ്തുകൊണ്ട് പുള്ളിയുണ്ട്, മധുവാമ്പാട്ട് അച്ഛൻ, അമ്മ NG കുട്ടപ്പം, അങ്ങേരുടെ ജിയോ പടം കഴിഞ്ഞ് പിറ്റേന്ന് അപ്പേട്ടൻ വിളിച്ച് പറഞ്ഞു, ഭാഗ്യനാഥ് പറഞ്ഞു, ചെറിയ രീതിയിലാണ് വെച്ചാൽ പുള്ളി ഡിസ്ട്രിബ്യൂഷൻ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നമുക്കിത് തലച്ചോറിൽ പോകുന്നില്ല. ഒരാൾ കൂട്ടിയിട്ട് വന്നൂടെ ചോദിച്ചപ്പോൾ നമ്മൾ വന്നോളം, നമ്മളെ പെർമിഷൻ സെൻസറിങ് പോലും കഴിയാത്ത പടമാണ്. പക്ഷേ നമ്മൾ ഭയങ്കര ഹൈറ്റിലായി പോയി. ഞാനിങ്ങനെ ആദ്യ സിനിമ എടുക്കുന്നു, അത് പടത്തിൻ്റെ ഫസ്റ്റ് കോപ്പി കണ്ട അന്നത്തെ നമ്പർ 1 പ്രൊഡ്യൂസർ ഡിസ്ട്രിബ്യൂട്ടർ സിനിമ എടുക്കാൻ ഇങ്ങോട്ട് ഓഫർ ചെയ്തു. പ്രിൻ്റ് പബ്ലിസിറ്റി അവരെ എടുക്കുള്ളൂ, അഡ്വാൻസ് ഒന്നും തരില്ല. അങ്ങനെയാണെങ്കിൽ എടുക്കാൻ അവർ ചെറിയ രീതിയിൽ. അങ്ങനെ നമ്മൾ കുവൈറ്റിലുള്ള ഗോപിനാഥ് എന്നാണ് രാജേന്ദ്രൻ്റെ ഏട്ടൻ്റെ പേര്. അമ്മയുടെ പേര് ഒപ്പക്കിടണമുള്ള സുമതി അയ്യപ്പൻ എന്നാണ് അമ്മയുടെ പേര്. അമ്മയുടെ പേര് വെച്ചു, കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിടുകയാണ്. പക്ഷെ ഫണ്ട്സ് കൊടുത്തത് ഈ ചേട്ടനാണ്. ചേട്ടനെ അറിയിച്ചു. ചേട്ടൻ പറഞ്ഞു, ഇല്ല, നമ്മൾ ആദ്യം കണ്ട ആൾ തന്നെ സിനിമ എടുക്കാമെന്ന് പറയുമ്പോൾ പിന്നെ ഇനി ഓരോരുത്തരെ കാണിച്ചുകൊണ്ടിരിക്കേണ്ട, അഡ്വാൻസ് ഒന്നും കിട്ടിയാലും കുഴപ്പമില്ല. പിന്നെ നമ്മുടെ വലിയ പടമൊന്നുമല്ല, അന്നും ഇപ്പോൾ ഒരു കളർ ഫിലിമിന് 10 ലക്ഷം റുപ്യൊക്കെ ആവും. നമ്മൾ 3-3.5 രൂപയ്ക്ക് തീർത്ത പടമാണ്. കൊടുത്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും പനോരമ സെലക്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ ലോകത്തിൻ്റെ നെറുകയിലായിരുന്നു അന്ന്. കാരണം എന്താ വെച്ചാൽ എൻ്റെ ആദ്യ സിനിമ പനോരമയിൽ സെലക്ഷൻ കിട്ടണം. ആരുടെ കൂടെ? എനിക്ക് കോൺവെക്കേഷൻ തന്ന സത്യജിത്ര ഉണ്ടായില്ലേ. ഇത് എൻ്റെ ആ പനോരമ ബുക്കുണ്ട് ഇവിടെ. മൃണാൾ സെൻ, സത്യജിത്ര, അരവിന്ദൻ, KG ജോർജ്, ഇവരുടെയൊക്കെ കൂടെയാണ് 29-30 വയസ്സുള്ള ഞാനും എൻ്റെ ആദ്യ സിനിമയുടെ ഡയറക്ടറായിട്ട് പോകുന്നു. ഒപ്പം തന്നെ ഇങ്ങനെ റിലീസ് മാർച്ച് മാസത്തേക്ക് ഫസ്റ്റ് വീക്കിൽ നിന്ന് വെച്ചിരിക്കുകയാണ്. പനോരമ ജനുവരിയിലാണ് അന്ന് നടക്കുന്നത്. അപ്പോൾ എൻ്റെ പടം ഈ 2 സ്ഥലങ്ങളിൽ എടുക്കപ്പെട്ടു. പനോരമ എന്ന് പറയുന്നത് ആർട്ട് സിനിമയുടെ ഒരു കാറ്റലോഗ് ആണെങ്കിൽ ഇപ്പുറത്ത് ഇൻഡസ്ട്രി അക്സെപ്റ്റ് ചെയ്തു. പക്ഷെ പുള്ളി മാർച്ചിൽ റിലീസ് ചെയ്തില്ല. തുഷാരെന്ന് പറഞ്ഞ IV ശശിയെ വെച്ചൊരു പുള്ളി ഒരു സിനിമ കാശ്മീരിൽ പ്രൊഡ്യൂസ് ചെയ്യുക, അതിൻ്റെ ഷൂട്ടിങ്ങിന് പോവുകയാണ്. അത് കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ മെയ് മാസത്തിൽ ഈ EA ഗോപിനാഥ് കിഡ്നി സംബന്ധമായിട്ടൊരു സർജറിക്ക് വേണ്ടി വന്നു കുവൈറ്റിൽ നിന്ന്. സീരിയസ് ആയിട്ട് പുള്ളി മരണപ്പെട്ടപ്പോൾ അവരുടെ വീട്ടിൽ അമ്മ പറഞ്ഞു, ഇനിയിപ്പോൾ ഇതിൻ്റെ കണക്ക് റിലീസ് ചെയ്ത് എത്ര കളക്ഷൻ കിട്ടി ഇതൊന്നും നോക്കാനൊന്നും ആരുമില്ല. ഇപ്പോൾ പനോരമ കിട്ടിയ നാഷണൽ ടെലികാസ്റ്റ് വരും ദൂരദർശനിൽ. അപ്പോൾ അന്ന് 6 രൂപയുണ്ട്. അപ്പോൾ ഏതായാലും ആ ഒരു സോഴ്സ് ഉണ്ടല്ലോ. ഇനിയിപ്പോൾ റിലീസ് ചെയ്യാൻ പോയ കണക്കൊന്നും നോക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അങ്ങനെ എഗ്രിമെൻറ്റ് ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ആദ്യത്തെ സിനിമയുടെ എഗ്രിമെൻറ്റ് ഞാൻ തന്നെ പോയിട്ട് അവരുടെ കോപ്പി എനിക്ക് തന്നു, എൻ്റെ കോപ്പി അങ്ങോട്ട് കൊടുത്ത് കീറിക്കളഞ്ഞു. അങ്ങനൊരു ദൗർഭാഗ്യം ഉണ്ടായി. ആദ്യത്തെ സിനിമ തിയേറ്ററിൽ വന്നില്ല. ദൂരദർശനിൽ 5 വർഷം കഴിഞ്ഞിട്ടാണ് വന്നത്. പക്ഷെ അവർക്ക് അതിൻ്റെ പലിശ അടക്കം തിരിച്ചു കിട്ടി.